സംസ്ഥാന സെക്രട്ടറി ആർഷോ ഇപ്പോൾ ഉണ്ട്. ആർഷോ, സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ്? ബാനറുകൾ വീണ്ടും വീണ്ടും നീക്കം ചെയ്യണമെന്നാണ് ഗവർണർ പറയുന്നത്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ സമാധാനപരമായും ജനാധിപത്യപരമായിട്ടുമാണ് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ബാനർ അഴിക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം 3 ബാനർ അഴിച്ചു. അതിന്റെ ഇരട്ടിയിലധികം ബാനറുകൾ ഞങ്ങൾ ക്യാമ്പസിൽ സ്ഥാപിച്ചു. ഇനിയും ബാനർ അഴിച്ചാൽ ഞങ്ങൾ അതിന്റെ ഇരട്ടിയിലധികം ബാനറുകളും പോസ്റ്ററുകളും പറഞ്ഞ പ്ലക്കാർഡുകളും ബോർഡുകളും അടക്കം ക്യാമ്പസിൽ സ്ഥാപിക്കും. ഞങ്ങൾ ഇതിനകത്തൊക്കെ ഉയർത്തുന്ന ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്, ഞങ്ങളുടെ ചോദ്യങ്ങളാണ്. അത് ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തിക്കൊണ്ടേയിരിക്കും. എസ്.എഫ്.ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM ആർഷോ സംസാരിക്കുകയായിരുന്നു. പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. 3 ബാനർ അഴിച്ചാൽ അതിന്റെ 10 ഇരട്ടി ബാനർ ഞങ്ങളിവിടെ വീണ്ടും കെട്ടുമെന്ന് പറയുന്നതിലൂടെ എസ്.എഫ്.ഐ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നു എന്ന കാര്യം കൂടി വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനീഷ്, ആർഷോ പറയുന്നത് തുടരാം. അല്ല, തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തും ഞങ്ങൾ പണിമുടക്ക് സമരം നടത്തിയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി മുഴുവൻ ക്യാമ്പസുകളിലും വൈവിധ്യമാർന്ന പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ തന്നെ ഞങ്ങൾ ഇതിനോടകം ആഹ്വാനം ചെയ്തിട്ടുള്ളത് മുഴുവൻ ക്യാമ്പസുകളിലും സമാനമായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ബാനറുകളും പോസ്റ്ററുകളും ക്യാമ്പസുകൾക്കകത്ത് പ്രചരിപ്പിക്കുന്ന നിലയുണ്ടാക്കണമെന്നുള്ള ആഹ്വാനം ഇതിനോടകം തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റ് സമര പരിപാടികൾ ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. എന്നിരുന്നാലും ശക്തമായി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പിന്തുണ ഈ സമരത്തിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ ഉറപ്പ്. അങ്ങനെ മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് വിപുലമായി തന്നെ ഈ സമരത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപർണ, ഇതാണ് ശക്തമായ സമരം തുടരുമെന്നാണ് ആർഷോ പറയുന്നത്. മറുവശത്ത് നമുക്ക് കാണാം കുട്ടികൾ പാട്ടും കൊട്ടുമൊക്കെയായി പ്രതിഷേധത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നത്. അവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു ചിത്രമാണ് അവർ വരച്ചിരിക്കുന്നത്. ആക്ഷേപഹാസ്യ രീതിയിൽ വിമർശനാത്മകമായ ഒരു ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ആരിഫ് ഖാൻ ഈ പാൻപരാഗ് തുപ്പുന്നു എന്ന രീതിയിലുള്ള ആരോപണമൊക്കെയാണ് കഴിഞ്ഞ ദിവസം, അത്തരത്തിൽ ചില ആക്ഷേപമാണ് കഴിഞ്ഞ ദിവസങ്ങളായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അവർ പാടി അവരുടെ പ്രതിഷേധം പങ്കുവെക്കുന്ന കാഴ്ചകൾ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പ്രതിഷേധം തുടരുകയാണ്. ഗവർണർ